എൻ പി ചെക്കുട്ടി, അന്ന് സംഭവിച്ചതിൽ വി എസിനെ ഇപ്പോൾ വി എസിനെ നമുക്കറിയാം അല്ലേ? വി എസിനോട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വി എസ് പോയി പണി നോക്കാൻ പറയും. അത് വി എസ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയോ ഒരു വലിയ ആളോ ആരോ എന്നൊന്നുമില്ല. വി എസിനെ അത്രമേൽ ഖിന്നനാക്കാനോ ദുഃഖിതനാക്കാനോ തകർത്ത് കളയാനോ ഒന്നും ഒരാളുടെ നേരിട്ടുള്ള ഒരാരോപണത്തിനും അല്ലെങ്കിൽ ഒരു അവമതിപ്പിനും കഴിയില്ല എന്നും നമുക്കറിയാം. വി എസിനെ അന്ന് അത്രമേൽ ഉള്ളുലച്ചു കളഞ്ഞത് പുന്നപ്ര വയലാർ സമരനായകൻ എന്നുള്ള ഖ്യാതി അദ്ദേഹത്തിനുണ്ട് അല്ലേ? 26 വയസ്സിൽ എല്ലാത്തിനെയും അതിജീവിച്ചതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ തിരികെ വന്ന പുനർജനിച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എങ്കിൽ പോലും എന്തായാലും മരിച്ചതിന് ശേഷം തിരികെ വന്ന ഒരു വലിയ പ്രഭാവം. പക്ഷേ ആ ചരിത്രത്തെ അപ്പാടെ തിരസ്കരിച്ചുകൊണ്ട് അത് ആ യാത്ര നടത്തിയതിൻ്റെ പത്രോസിന് പകരം കൃഷ്ണപിള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കൃഷ്ണപിള്ള സഖാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ നിന്നൊക്കെയുള്ള വേദന പേറിക്കൊണ്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട സഖാക്കളുടെ പേര് പോലും വിസ്മരിപ്പിക്കുന്ന ചരിത്ര പുനർനിർമ്മിതി പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി എസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഇപ്പം നമുക്കറിയാവുന്നതാണ്, വലിയ വിഭാഗീയത എന്നൊക്കെ പറയുമ്പോഴും എല്ലാ വിഭാഗീയ യുദ്ധങ്ങൾക്കും എല്ലാ പോരാട്ടങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ ചേരുവ ചേർക്കുന്ന നേതാക്കളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഇന്നത്തെ പോലെയുള്ള ഒരു യുദ്ധമല്ല അന്നുണ്ടാവുന്നത്. എല്ലാത്തിനും കൃത്യമായ പ്രത്യയശാസ്ത്രമുണ്ട്. അന്ന് അദ്ദേഹം ഇറങ്ങി വരുന്നതും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടല്ല, അതിൽ കൃത്യമായി പാർട്ടിയുടെ തന്നെ ഏറ്റവും അഭിമാനകരമായ ചരിത്രത്തിൽ അപനിർമ്മിതി ഉണ്ടായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വി എസിന് യഥാർത്ഥത്തിൽ ഈ ഒരു ഒന്നോ രണ്ടോ വ്യക്തിഗതമായ പരാമർശം കൊണ്ടൊന്നും വി എസ് തളരുന്ന ഒരാളല്ല. പ്രധാനപ്പെട്ട പ്രശ്നം വി എസ് 2005 ശേഷം മലപ്പുറം സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിനെതിരായിട്ട് വി എസിനോട് മാത്രമല്ല വി എസിൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികളോട്, വി എസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പിൻപറ്റുന്ന പാർട്ടിക്കകത്തുള്ള ആളുകളോട് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം ഈ 2005 ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. അപ്പം പിന്നെ ആ കാലത്തിന് ശേഷമുള്ള എല്ലാ സമ്മേളനങ്ങളും ഒരു പകപോക്കൽ സമ്മേളനമായിരുന്നു എന്ന് പിന്നെ മുരളി പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. കാരണം രാഷ്ട്രീയമായിട്ട് വി എസിനോട് അടുത്ത് നിൽക്കുന്ന മിക്കവാറും എല്ലാ ആളുകൾക്കെതിരെയും വലിയ കടന്നാക്രമണം നടന്നിട്ടുണ്ട്. അത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കുറേ കാലം CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു ചാനലിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അന്നുണ്ടായിരുന്ന വളരെ ഗുരുതരമായിട്ടൊരു അന്തരീക്ഷത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ വി എസ് പിന്നെ സ്വാഭാവികമായിട്ട് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് പ്രതികരിക്കാനോ തിരിച്ചടിക്കാനോ ശേഷിയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല 2006 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വളരെ ഏകപക്ഷീയമായിട്ട് മിക്കവാറും എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വി എസിനെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് അങ്ങനെ സംഭവിച്ചിരുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊരു അന്തരീക്ഷത്തിൽ തനിക്ക് പാർട്ടിക്കകത്ത് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പുറത്ത് സമൂഹത്തിനകത്ത് കൂടി, പാർട്ടിക്കകത്തല്ല പുറത്ത് പൊതുസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനകത്ത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു നയം അദ്ദേഹം എടുത്തിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ആ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകിക്കൊണ്ട് ആ പ്രസംഗം നടത്തിയത്. അതേ കാരണത്താൽ തന്നെയാണ് 2015 ആലപ്പുഴയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഏകപക്ഷീയമായിട്ട് കടന്നാക്രമണം നടന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ആരെയും കൂടെ ഒരാൾ പോലും തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ വി എസിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് വി എസിന് ആ തരത്തിൽ മാത്രമേ അന്ന് പ്രതികരിക്കാൻ കഴിയൂ. പാർട്ടിക്കകത്ത് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശബ്ദം തകർക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളിലൂടെ നടത്താമെന്ന് അദ്ദേഹം ചെയ്തത്. ആ ഒരു വസ്തുതയാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത്. വി എസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായിട്ടുള്ള ആരോപണങ്ങളോ ആക്രമണങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഒരു വിഷയമല്ല. ഇനി പുന്നപ്ര വയലാറിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയോ ആരെങ്കിലും ചോദ്യം ചെയ്താലും കേരള ചരിത്രത്തിൽ നിന്ന് അത് മറയ്ക്കപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ പക്ഷേ അത്തരം ശ്രമങ്ങൾ നടക്കുന്നത് വി എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് പാർട്ടി ചെയ്യുന്ന അനീതിയായിരുന്നു. ആ അനീതിക്ക് പാർട്ടിക്കകത്ത് പ്രതികരണം സാധിക്കാത്ത സാഹചര്യത്തിൽ പൊതുസമൂഹത്തിലൂടെ പ്രതികരണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ആ കാലത്ത് പിന്നീട് വി എസ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് ആ നിലയിലാണ് പിന്നീട് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം, വി എസ് അച്യുതാനന്ദൻ ശരിയാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം പൊതുവേദിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വി എസ് എന്തായിരുന്നു കേരളത്തിന് എന്നുള്ളത്, വി എസ് പാർട്ടിക്ക് എന്തായിരുന്നു എന്നതടക്കം കൃത്യമായി പുതിയ തലമുറയോട് പോലും കൃത്യമായി പറഞ്ഞു വെച്ചതിന് ശേഷമാണ്
വി എസ് ആക്റ്റീവ് ആകാതെ ഇരുന്ന സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പോലും ചരിത്രത്തിലേക്ക് കൃത്യമായി സൂചനകൾ നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ യാത്രാമൊഴി കേരളം പറയുന്നത്. ആ സാഹചര്യത്തിൽ ഉയരുന്ന വിവാദങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ തലമുണ്ട് എന്ന ആരോപണം സ്വാഭാവികമായി ഇപ്പോൾ ഈ ചർച്ചയിൽ അങ്ങേക്കറിയാം CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികളില്ല. CPM ഈ ചർച്ചയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ വിട്ടു നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ എത്രമേൽ ആഴത്തിൽ എത്രമേൽ ശബ്ദത്തിൽ VS-ന്റെ ചരിത്രം വിളിച്ചു പറയപ്പെട്ടോ അതേപോലെ തന്നെ വിഭാഗീയ ചരിത്രവും എഴുന്നേറ്റ് വരില്ലേ? അതും വായിക്കപ്പെടില്ലേ? അല്ല, തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നവും. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് CPM-ലെ ഇന്നത്തെ ഔദ്യോഗിക വിഭാഗം അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം വളരെ ഏകപക്ഷീയമായിട്ട് ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഒരു സംഘടിതമായിട്ടുള്ള കടന്നാക്രമണമാണ്. അത് ഒരിക്കലും ഒരു പാർട്ടിക്കകത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെയുള്ള സമ്മേളനങ്ങൾ വരെ എല്ലാ സ്ഥലത്തും VS-നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന, VS-നോട് യോജിപ്പുള്ള മുഴുവൻ ആളുകളെയും ആക്രമിക്കുന്ന ഒരു രീതിയാണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല അത് ഇവിടെ മാത്രമല്ല, പിന്നീട് അമേരിക്ക അടക്കമുള്ള അമേരിക്കയിലെ എംബസിയിലെ ഉദ്യോഗസ്ഥരോട്, CI ആയിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ് അമേരിക്കൻ എംബസിയുള്ളത്, അവരോട് CPM-ന് വളരെ പ്രധാനപ്പെട്ട ഒരാൾ നടത്തിയ സംഭാഷണം 2007 വിക്കിലീക്സിൽ രേഖകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും 2008 സമ്മേളനത്തോടുകൂടി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെടാൻ പാർട്ടിയിൽ സാധ്യതയുണ്ട്. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രേഖകളുണ്ട്, വിവരങ്ങളുണ്ട്, വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചോളം ഇന്ന് പാർട്ടിക്കകത്തുള്ള പ്രശ്നം, കഴിഞ്ഞ അദ്ദേഹം മരണത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ആ ഒരു ജനവികാരം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നത് VS-നോട് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ സംഘടിതമായിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു തരത്തിലുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണിച്ചിട്ടുള്ള എന്താ പറയുക കടന്നാക്രമണങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് കാണുന്നത്. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, അതിനൊരു റിപ്പർക്കഷൻ ഉണ്ടാവും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാനിടയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം വന്ന സമയത്ത് പാർട്ടിക്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കാതിരിക്കുന്നത്, ഇത്തരം ചർച്ചകളിൽ ഒഴിഞ്ഞു മാറാൻ പാർട്ടി ശ്രമിക്കുന്നത്. ഈ തരത്തിലുള്ള കൃത്യമായിട്ടൊരു മറുപടി മാത്രമല്ല, MV ഗോവിന്ദൻ അദ്ദേഹം എന്ത് തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നത്, ഒരു രാഷ്ട്രീയ നേതാവ്, സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ, ദീർഘകാലം പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക തലപ്പത്തുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ അദ്ദേഹത്തിന് പുസ്തകം വിറ്റ് കാശുണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു പാർട്ടി ലീഡർഷിപ്പാണ് അദ്ദേഹം കാണിക്കുന്നത്? പാർട്ടിയിൽ എത്രയോ ആളുകൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാവരും പുസ്തകം എഴുതുന്നത് ഇങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ആ ബേജാറ്, ആ ഒരു പരിഭ്രാന്തി വളരെ വളരെ വ്യക്തമാണ്. ആ പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് VS-നെ ജനങ്ങൾ കാണുന്നത്. കൃഷ്ണപിള്ളയ്ക്ക് ശേഷം അങ്ങനെ ഒരു നേതാവ് ഒരുപക്ഷെ AKG കഴിഞ്ഞാൽ വേറെ ഒരു നേതാവ് VS അല്ലാതെ ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ബോധ്യമാണ് ഇന്ന് പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തുന്നത്.